കായംകുളത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ മുസ്ലിം ലീഗ് നേതാവ് എ ഇർഷാദിനെതിരെ കേസെടുത്തു. യൂത്ത് പ്രതിഭയുടെ പരാതിയിൽ കായംകുളം പോലീസാണ് കേസെടുത്തത്. കേസെടുക്കാൻ ജില്ലാ കളക്ടർ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ഫൈസൽ അസീസി ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി. ഫൈസൽ, പ്രതിഭയ്ക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ വ്യാപക വിമർശനം അദ്ദേഹത്തെ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി അടക്കം ഇത് UDF-നെതിരെ ആയുധമാക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഏതൊക്കെ വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്? മറ്റു വിവരങ്ങൾ എന്താണ്? അനീഷ, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ജില്ലാ കളക്ടർ പോലീസിന് നിർദ്ദേശം നൽകിയത്. അതിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതായത് അടിസ്ഥാനരഹിതമായ പ്രസ്താവന, അതായത് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള അടിസ്ഥാനരഹിതമായ പ്രസ്താവന, സ്ത്രീകളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തൽ, അതുപോലെ തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്ന വിധത്തിലുള്ള തെറ്റായ പ്രസ്താവന നടത്തൽ, അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ കായംകുളത്തെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭയെ അധിക്ഷേപിച്ച പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. യു പ്രതിഭയും ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കായംകുളം പോലീസാണ് ഈ സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത്. ഏതായാലും വലിയൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. LDF ഇത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പ്രധാനപ്പെട്ട ആയുധമാക്കി മാറ്റിയെടുത്തിട്ടുമുണ്ട്. കാരണം ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് മുസ്ലിം ലീഗിന്റെ നേതാവും അതുപോലെ നിയോജക മണ്ഡലം കായംകുളത്തെ മണ്ഡലം കമ്മിറ്റി UDF-ന്റെ ചെയർമാനുമായ എ ഇർഷാദിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി. ഇന്ന് കായംകുളത്ത് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം C. സുജാതയുടെ നേതൃത്വത്തിൽ LDF-ന്റെ വിവിധ വനിതാ സംഘടനകൾ ചേർന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് തന്നെയാണ് LDF കടക്കുന്നത്. മാത്രമല്ല സംസ്ഥാന വ്യാപകമായ ഒരു പ്രതിഷേധവും ഉണ്ടാകും. കൂടാതെ ഇത്തരത്തിൽ ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഏതായാലും ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്.